ഇവിടെ ചിലർക്കെങ്കിലും യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനായി അത്തരത്തിൽ വല്ലാത്ത വ്യഗ്രതയുണ്ടോ എന്ന ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എനിക്കൊരു സംശയമുണ്ട്. ഞാനത് ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. ഞാനത് CPM-ൻ്റെ വക്താവ് എന്നുള്ള നിലയിലോ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിലോ അല്ല ഞാൻ ഈ കാര്യം പറയുന്നത്. ഒരു 3.5 പതിറ്റാണ്ടിലേറെ കാലം അങ്ങനെ അഭിഭാഷകനായി ഞാൻ പണിയെടുത്തിരുന്നു. ഞാൻ പാർലമെൻറ്റ് അംഗമായിരുന്ന സമയത്ത് അങ്ങനെ കൃത്യമായി കോടതികളിൽ ഹാജരാകാനും മറ്റു കാര്യങ്ങൾ വക്കാലത്തെടുത്ത് അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എങ്കിൽ പോലും ഞാനിപ്പോഴും അഭിഭാഷകൻ തന്നെയാണ്. ഒരു പ്രാക്ടീസിങ് ലോയർ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു വിനീതമായ സംശയം ഞാനിവിടെ പറയുകയാണ്. ഇവിടെ മറ്റു ചില പത്രങ്ങളിലടക്കം പറയുന്നതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കലാകൗമുദി ദിനപത്രം പറയുകയാണ്, കട്ടിളയും കടത്തി കൂടുതൽ നടപടികളിലേക്ക് ദേവസ്വം ബോർഡ്, മുരാരി ബാബുവിന് സസ്പെൻഷൻ, വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വരും. ഇത് മാത്രമല്ല, അവിടെ നിന്ന് മറ്റ് ചില കാര്യങ്ങളടക്കം അനധികൃതമായി മുമ്പ് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന വേളയിൽ അവിടെ നിന്ന് മറ്റ് ചില കാര്യങ്ങൾ, നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് അത്തരം കാര്യങ്ങളിലേക്ക് വരാം, എങ്ങനെയാണ് ഒരു ഉന്നതനായ വ്യക്തിയുടെ കയ്യിലേക്ക് എത്തപ്പെട്ടത് എന്നുള്ളതും ആ എത്തപ്പെട്ടതായിട്ടുള്ള അമൂല്യമായിട്ടുള്ള ഒരു വസ്തു മറ്റൊരു സംസ്ഥാനത്തെ ഒരു കോടീശ്വരൻ്റെ കയ്യിലേക്ക് എത്തിയത് എന്നുള്ളതും ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ ഈ വാർത്തകൾ പുറത്തു വന്നപ്പോൾ അത് തിരിച്ചെത്തിക്കാനായിട്ടുള്ള വ്യഗ്രതകൾ ഉണ്ട് എന്നുമുള്ള കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരികയാണ്. 2 കൊല്ലക്കാലത്തേക്ക് അങ്ങനെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റോ ബോർഡ് മെമ്പറോ ഒക്കെയായി കാലാകാലങ്ങളിൽ അങ്ങനെ നിയുക്തരാകുന്ന ചുമതലപ്പെടുന്ന ബോർഡ് മെമ്പർമാരല്ലാതെ ഒരു ആയുഷ്കാലം മുഴുവൻ ഇത്തരത്തിൽ ചില ആളുകൾ, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നവർ, ഉള്ളുകള്ളികൾ അറിയാവുന്നവർ, എവിടെ എന്തൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചും എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചും അറിയാവുന്നവർ, ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവിനെ പോലും മറികടന്നുകൊണ്ട് തങ്ങൾ ആണ് തീരുമാനിക്കുന്നത്, തങ്ങളാണ് നിയന്ത്രിക്കുന്നത്, തങ്ങളാണ് ഇതെല്ലാം ചെയ്യുന്നത്, എന്തൊക്കെ ഉത്തരവുകൾ എവിടെ നിന്ന് വന്നിരുന്നാലും ഇതിൻ്റെ എക്സിക്യൂട്ടീവ് അതോറിറ്റി ഞങ്ങളാണ് എന്നുള്ള നിലയിലേക്ക് ചില ആളുകൾ പെരുമാറിയിട്ടുണ്ട് എങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റേതായ അന്വേഷണം, ആ അന്വേഷണം ഒരു പക്ഷേ വാതിലുകൾ അടച്ച് വാതായനങ്ങൾ അടച്ച് കൂരിരുട്ടിൽ അങ്ങനെ പതിയിരിക്കുന്നതായിട്ടുള്ള പ്രതികളുടെ ഭവനങ്ങളിലേക്കും അവരെവിടെ പോയി അങ്ങനെ ഏത് നിലവറകളിൽ ഒളിച്ചിരുന്നാലും ശരി തന്നെ, അവരിനി ഏതെല്ലാം ദീപങ്ങൾ കത്തിച്ചാലും, ഡോക്ടർ ലാലെ ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ളൊരു വാചകം പറഞ്ഞുകൊണ്ട് ഇപ്പം ഞാൻ ചുരുക്കുകയാണ്, എത്ര ദീപം കത്തിച്ചാലും അകം ഇരുട്ടാണെങ്കിൽ എന്തു നേട്ടം എന്ന് ശ്രീനാരായണ ഗുരുദേവൻ ചോദിച്ചത് ഇവിടെ ഇത്തരക്കാർക്ക് വളരെ പ്രസക്തമായ കാര്യമാണ്. ശരി, കൃത്യമാണ് ആ കാര്യം. അങ്ങനെയൊക്കെ പറയുമ്പോഴും ഇക്കാര്യത്തിൽ ഒരാളെയും വെറുതെ വിടില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെ ഏതൊക്കെ തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും അതൊന്നും ഇവിടെ വിലപ്പോവില്ല. അതെത്ര ഉന്നതനായാലും അതിന് രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും നോക്കില്ല എന്ന അർത്ഥത്തിൽ തന്നെ അത് പറയാനായി തന്നെയാണ് ഡോക്ടർ സമ്പത്ത് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എന്ന് തന്നെയാണ്, അങ്ങനെ തന്നെ വായിക്കാം. യെസ്, നിശ്ചയമായും.